അതിൻ്റെ അകത്ത് പെർഫോം ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടിയായിരിക്കും PR പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആൾക്കാർ ജഡ്ജ് ചെയ്യും നിങ്ങൾ കിട്ടും. അതായത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ബിഗ് ബോസ്. അപ്പൊ ബിഗ് ബോസ് 8ന്റെ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഒരു സീസണിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല, കൂടുതൽ കോമണൈസിന് എടുക്കാനുള്ള. അത് എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ അതിനെ നല്ല കാര്യമാണ്. കാരണം എല്ലാ ഫീൽഡും, അതായത് ഇപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ഫീൽഡ്, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എല്ലാം വരുന്നുണ്ടല്ലോ. അതുപോലെ ഒരു കാറ്റഗറി കോമണേഴ്സിന് ഇത്ര പേരെന്നുള്ള ഒരു കാറ്റഗറി വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടും. അതായത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ബിഗ് ബോസ്. അപ്പോൾ കോമണേഴ്സ് കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അച്ചീവ്മെൻറ്റ്സ് അവർക്ക് കിട്ടുകയാണെങ്കിൽ വളരെ കോമണർ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ നോക്കിക്കാറുണ്ട്. കുറേ പേര് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം സീസൺ 8 ആരൊക്കെയായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ആരെങ്കിലും ഉണ്ട്? ഇപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിക്ക് ആരെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ഓൾറെഡി പ്രൊഫൈൽസ് അയച്ചു തന്നേക്കണ കൊടുത്തിട്ടുണ്ടോ അവർക്ക്? ഞാനാണോ? എനിക്ക് ഇല്ല, റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ കൊല്ലമൊക്കെ ചെയ്തിരുന്നു. ഇക്കൊല്ലം കുറച്ച് 2-3 പേരൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല, ഞാൻ അതിലേക്ക് നമുക്ക് അന്വേഷിക്കാനോ ഇതാക്കാനോ. വരുന്നവർ ഇപ്രാവശ്യം വരുന്ന ആൾക്കാർ നല്ല ആൾക്കാർ വരട്ടെ. നല്ല ആൾക്കാർ ഇൻ ദ സെൻസ് നല്ല പോലെ ജെന്യുവിനായിട്ട് നിൽക്കട്ടെ എന്ന ഒരു ആഗ്രഹമുണ്ട്. ജെന്യുവിനായിട്ട് കളിച്ച് ഫേക്കായിട്ട് നിൽക്കാണ്ട് കൂടുതൽ ഓവറായിട്ട് അഭിനയിക്കാതെ, കൂടുതൽ ഓവർ എന്താ പറയുക, അറിയാലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓവർ സാധനങ്ങളൊന്നും കൊടുക്കാണ്ട് റിയൽ എന്താണോ ആ റിയൽ കാണിച്ചു കഴിഞ്ഞാൽ അത് വരട്ടെ. കാരണം ഒരുപാട് പേര് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു പരിപാടിയൊക്കെയാണ്. അപ്പോൾ റിയൽ ആയിട്ടുള്ളത് വന്ന് നല്ല രീതിയിൽ ബിഗ് ബോസിൻ്റെ ആ ഒരു നിലവാരം കയറി പോട്ടെ എന്ന്. യെസ്, ഓഫ് കോഴ്സ്. അത് കഴിഞ്ഞ വർഷം മാത്രമല്ല, അതിന് മുന്നത്തെ വർഷമൊക്കെ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം അത് കണ്ടസ്റ്റൻസിന് മാക്സിമം അവർ എന്താ പറയുക, PR-ൻ്റെ ഒരു ഇതിൽ അവർ അകത്ത് വെച്ച് തന്നെ അവർ തകർത്ത് കളഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ വർഷം മാത്രമല്ല, അതിന് മുന്നത്തെ വർഷമുണ്ട്. ഈ വർഷം അത് ഭയങ്കരമായിട്ട് ഇപ്പോൾ പുറത്തുനിന്ന് തന്നെ ഒരു ഗെയിം പ്ലാനിങ് കൂടുതൽ PR പ്ലാനിങ് ആയിരിക്കും കൂടുതലെന്ന് തോന്നുന്നുണ്ടോ? പൈസ ഉള്ളവർക്ക് എന്തോ ആവാം. പൈസ ഇല്ലാത്തവർ ഇതുപോലെ ഗെയിം പ്ലാന് കണ്ട് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ നിന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പഠിച്ചു വരുന്ന ആൾക്കാരുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ കണ്ട ഇതിൽ വെച്ചിട്ട് നല്ലത് മാത്രം കൊടുത്തിട്ട് വായോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കോമണർ എന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഇങ്ങനെ PR വർക്ക് ചെയ്യണവര് ഇപ്പൊ കഴിഞ്ഞ സീസണിലാണെങ്കിൽ അനീഷ് എഫേർട്ടൊക്കെ ഇട്ടതാണ്. അനീഷ് നല്ലൊരു ഗെയിമർ പറ്റിയില്ല. അപ്പൊ അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ ഹാർഡ് വർക്ക് PR വർക്ക് അഫക്റ്റ് ചെയ്യും. അത് PR അതായത് കണ്ടസ്റ്റൻസിൻ്റെ ഇതുകൊണ്ടല്ല. ഓഫ് കോഴ്സ് യെസ്, കണ്ടസ്റ്റൻസ് ആണ് PR വർക്ക് കൊടുക്കുന്നത്. പക്ഷെ എന്നാലും കണ്ടസ്റ്റൻസ് അതിൻ്റെ അകത്ത് പെർഫോം ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടിയായിരിക്കും PR പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആൾക്കാർ ജഡ്ജ് ചെയ്യും. പിന്നെ ഈ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു PR വിചാരിച്ചാൽ മതി ആ കമൻറ്റ്. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരാൾ ഡാൻസ് കളിക്കുന്ന വീഡിയോ ആയിരിക്കാം, പക്ഷെ കമൻറ്റ് ബോക്സിൽ കയറി PR-കൾ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ഡാൻസ് കളിക്കുന്നതിൽ തന്നെ വേറെ പലതുമായിട്ട് ടോപ്പിക്ക് അതിൻ്റെ അകത്ത് കൊണ്ടിടും. അപ്പോൾ ആൾക്കാർ പിന്നെ അത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യും. അപ്പോൾ അതിന് PR-നാണ് കഴിവുള്ളത്. അപ്പോൾ PR-ഒക്കെ ഒഴിവാക്കി നോർമലി എങ്ങനെയാണോ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഗൈസ്. നല്ലത് വരട്ടെ, നല്ലതാവട്ടെ.